السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وتمت كلمة ربك صدقا وعدلا. صدق الله مولانا العلي. സ്റ്റേജിൽ ഉപേക്ഷിച്ചായ മഹാന്മാരാവുന്ന സാധാത്തുക്കൾ, പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന സംഗമത്തിൽ ഇവിടെ സംബന്ധിച്ച് ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, ബഹുമാനമുള്ളവർ, ഇവിടെ എറണാകുളത്ത് വഖഫ് ഭേദഗതി ബില്ലിനോടനുബന്ധിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ അഭിപ്രായങ്ങൾ, അവരുടെ വേദനകൾ, ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെയും മറ്റ് വേദിയിലൊക്കെ അത് എത്തിക്കപ്പെടാൻ ആവശ്യമാവുന്നതാണ്. കേരളത്തിലെ സുന്നി സംഘടനകൾ എല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചതായി അറിയുന്നു. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ, അതിൻ്റെ സംഘാടകർ, നേതാക്കന്മാർ, അവരിൽ നിന്നുള്ള ചിലർ എന്നെ വിളിച്ചു. അത് ഈ 3-ാം തീയതി ഇന്നലെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളതിൽ പങ്കെടുക്കണം, നിങ്ങൾ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും വേണം എന്നതാണ് എല്ലാ സംഘടനകളുടെയും ഒന്നായുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോൾ 3-ാം തീയതി എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്നവർ അറിയിച്ചു. പിന്നെയും വിളിച്ച് നിർബന്ധമായി ആവശ്യപ്പെട്ടപ്പോഴും 4-ാം തീയതി ചില പരിപാടികളൊക്കെ ഉണ്ട്, അത് മാറ്റിവെച്ചുകൊണ്ട് 4-ാം തീയതി പങ്കെടുക്കാമെന്ന് ഞാൻ സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 4-ാം തീയതിയിലേക്ക്, അതായത് ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് സമ്മേളനം മാറ്റി പോയി ഇന്നത് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 4-ാം തീയതി ഇവിടെ എറണാകുളത്ത് നടക്കുന്ന സുന്നി സംഘടനകളെല്ലാം ഒരുമിച്ച് കൂടിയുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു. അതിന് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് വരാനുള്ള ടിക്കറ്റ് സൗകര്യങ്ങളും ഒക്കെ ഇതിന് ബന്ധപ്പെട്ടവർ ചെയ്തതുമാണ്. പക്ഷേ ഈ ആഴ്ചയിൽ, ഇതിനു മുമ്പുള്ള ആഴ്ചയിലൊക്കെ തുടർച്ചയായുള്ള യാത്രയും മറ്റും കാരണം ചില പ്രയാസങ്ങളുണ്ട് എന്നത് ബന്ധപ്പെട്ടവരെ ഞാൻ അറിയിച്ചിട്ടില്ല. കാരണം ഞാൻ ഏതായാലും ഇന്ന് പങ്കെടുക്കണമെന്ന ഉദ്ദേശം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമാകും മുണ്ടക്കുളം ശംസുൽ ഇസ്ലാം അക്കാദമിയിൽ, അഥവാ ജലാലിയ അറബിക് കോളേജിൽ ബഹുമാനപ്പെട്ട ഫതഹുല്ലാ തങ്ങളുടെ അവർ മരണപ്പെട്ട് ഈ 7 ദിവസമായതുകൊണ്ട് നിർബന്ധമായും അവിടെ നടത്തപ്പെടുന്ന അനുസ്മരണ പരിപാടിയിലും മറ്റും പങ്കെടുക്കാനുണ്ടായതുകൊണ്ട്
ട്രെയിൻ നിശ്ചയിക്കപ്പെട്ട സമയത്ത് എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം പങ്കെടുക്കാൻ സാധിക്കാത്തതിനുള്ള വിഷമം എല്ലാവരെയും അറിയിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ചെറിയ വോയിസ് നിങ്ങളെല്ലാവരെയും കേൾപ്പിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വോയിസ്, ഈ വീഡിയോ ഇന്ന് നൽകിയും കൊണ്ടിട്ട് നിങ്ങളോട് എല്ലാവരോടും ഒന്നുകൂടി പങ്കെടുക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം അറിയിക്കുകയും ചെയ്യാം.